ഹല്ലേലൂയ. വ്യഭിചാരത്തിന്റെ ദുർഭൂതം തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. അവർക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്നില്ല. വ്യഭിചാരത്തിന്റെ ദുർഭൂതം, വ്യഭിചാരത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു. വ്യഭിചാരത്തിന്റെ ആത്മാവ് ബാധിച്ച സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ കുമ്പസാരിക്കും, പാപമൊക്കെ ഏറ്റുപറയും, വീണ്ടും താമസിക്കാതെ ആ പാപം ചെയ്യും, വ്യഭിചാരം ചെയ്യും. വ്യഭിചാരത്തിന്റെ ആത്മാവിനെ ഒരു വ്യക്തിയിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കാതെ വ്യഭിചാരം എന്ന പാപത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതലില്ല. ഇത് സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ്. ഈ പൈശാചിക ആത്മാവ് ഒരു വ്യക്തിയിൽ കുടികൊണ്ടാൽ വ്യഭിചാരത്തിൽ വ്യത്യസ്തമായ സ്പിരിറ്റുകളുണ്ട്. ഈ വ്യഭിചാരത്തിന്റെ ആത്മാവ് ബാധിച്ച സ്ത്രീയും പുരുഷനും വ്യഭിചാരത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കും. ഈ സ്പിരിറ്റിനെ കൃപയുള്ളവർ ബന്ധിച്ച് ബഹിഷ്കരിച്ചാൽ മാത്രമേ മോചനം കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 9, വ്യഭിചാരികളുമായി സംസർഗം പാടില്ല എന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. വ്യഭിചാരികളുമായിട്ട് സംസർഗം പാടില്ല. എന്തായിട്ട് കാരണം? എന്താ അപ്പോസ്തലൻ എഴുതിയത്? വ്യഭിചാരികളുമായിട്ട് സംസർഗം പാടില്ല. എന്തുകൊണ്ട് അപ്പോസ്തലൻ എഴുതി വെച്ചു? അതായത് ഒരു വ്യഭിചാരിയുമായിട്ട് സംസർഗത്തിൽ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ ആ വ്യഭിചാരത്തിന്റെ സ്പിരിറ്റ് ഈ വ്യക്തിയിലേക്ക് പകരപ്പെടും. അരൂപിയാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അണ്ട് വ്യഭിചാരികള്, മദ്യപാനികള്, കള്ളന്മാര്, തോന്നിവാസം ജീവിക്കുന്നവര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. പക്ഷെ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും ഒക്കെ നാശത്തിലേക്ക് നയിക്കും. 1 കൊരിന്തോസ് 5:11 പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിക പ്രവൃത്തി ചെയ്യുന്നവൻ, അസാൻമാർഗിക പ്രവൃത്തികൾ, വ്യഭിചാരവും തോന്നിവാസവും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവൻ, അത്യാഗ്രഹി, വിഗ്രഹ ആരാധകൻ, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവൻ. കൊളോസോസ് 3:5 ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന, പണത്തോടുള്ള ആർത്തി, പണം പലിശക്ക് കൊടുക്കുന്നവര്, അധാർമിക വഴികളിൽ സമ്പാദിക്കുന്നവര്, ഓർത്തോ, അത് 1-ാം പ്രമാണത്തിന് എതിരായിട്ടുള്ള പാപ വിഗ്രഹ ആരാധനയാണ്. പരദൂഷകൻ, മദ്യപൻ, കള്ളൻ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. മദ്യപാനികൾ, വ്യഭിചാരികൾ, കള്ളന്മാർ, വിഗ്രഹ ആരാധകർ, ഇവരുമായിട്ടിരുന്ന് കൂട്ടുകെട്ട് പാടില്ല, സംസർഗം പാടില്ല. അവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മാനസാന്തരത്തിന് വേണ്ടി. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നെയും ആ പാപത്തിലേക്ക് വിളിക്കും. ആ സ്പിരിറ്റിന്റെ പകർച്ച നിങ്ങളുടെ മേലുണ്ടാകും. നിങ്ങളും സാവധാനം ഈ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകും. വളരെ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. 2 കൊരിന്തോസ് 3-ാം അധ്യായം, 2 കൊരിന്തോസ് 3-ാം അധ്യായത്തില് 18-ാമത്തെ വചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ദൈവ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 1 കൊരിന്തോസ് 3:16-17.
3:16-17 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ദൈവത്തിന്റെ ആലയം നിങ്ങൾ തന്നെ. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ വീടാണ് എൻ്റെ ശരീരം. ദൈവത്തിന്റെ വീടാ എൻ്റെ ശരീരം. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ശരീരം വ്യഭിചരിക്കാനും മദ്യപിക്കാനും സ്വയംഭോഗം നടത്താനും അശുദ്ധിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. ഈ ശരീരം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറുകയും ഈ ശരീരവും ആത്മാവും ദൈവത്തിൽ എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡിക പാപത്തിന്റെ ആസക്തിയിൽ ജീവിക്കുന്നവര് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുക. ലൈംഗികതയുടെ പാപങ്ങൾ നിന്റെ കുടുംബത്തിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. വലിയ തകർച്ച. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് ഒരു വചനം പറയുന്നുണ്ട്. 3:16, 17, 18, 19. ഈ വചനം കേട്ടാൽ തന്നെ നമ്മുടെ തല പിടിച്ചു പോകും. അത്രയ്ക്ക് ശക്തമാണ് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ല. വ്യഭിചാരികളുടെ മക്കൾക്ക് പക്വത ഉണ്ടാവത്തില്ല. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. തെറ്റായ ബന്ധങ്ങള്, അവിഹിത ബന്ധങ്ങള്, അതിന്റെ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ, അതായത് വ്യഭിചാരികളെ ആരും പരിഗണിക്കില്ല. അവരുടെ വാർദ്ധക്യം, വ്യഭിചാരികളുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കത്തില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്തവൻ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു തരിപ്പണമായതിന്റെ പിന്നിൽ ഈ പാപമുണ്ട്. അവിഹിത വീഴ്ചകളിൽ ഏർപ്പെട്ട സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ചിലരെങ്കിലൊക്കെ വീട്ടിലെ ബെഡ്റൂമിനകത്ത് വ്യഭിചാരം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആ പാപം നടന്നോ? ആ വീട്ടിൽ ആ പിശാചുണ്ട്. കലഹം ഒഴിയത്തില്ല, സമാധാനം ഉണ്ടാവത്തില്ല, എന്നും ആ വീട്ടിൽ പ്രശ്നമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഈ പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, നിലവിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും തലമുറകളെയും രക്ഷിക്കണം. അത്ര ഗൗരവത്തിലാണ് ഈ പാപത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ തെറ്റായ വിധത്തിൽ ചെറുപ്പകാലത്ത്, യൗവനത്തില്, കുടുംബജീവിതത്തിലേക്കൊക്കെ വന്നതിന് ശേഷമൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കുമ്പസാരത്തില് നന്നായിട്ട് അനുദപിച്ച് ഏറ്റുപറയുക. അങ്ങനെ വലിയ ഒരു വിടുതല് നിങ്ങൾ പ്രാപിക്കുക. ഈ രണ്ട് മേഖലകൾ ഞാൻ ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു, വളരെ ഗൗരവമായിട്ട് ഈ രണ്ട്, 1-ാം പ്രമാണവും 6-ാം പ്രമാണവും, ആ മേഖല ശരിക്കനുദപിക്കണം. കുമ്പസാരത്തിന് ക്രമീകരണം അച്ഛൻ അറിയിക്കും. അതനുസരിച്ച് വന്ന് നിങ്ങൾ കുമ്പസാരിക്കണം. കുമ്പസാരത്തിൽ നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം. സാധിക്കുന്നവരൊക്കെ എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട്, അല്ലെ എത്ര മാസമായി, എന്നിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതണം. കഴിഞ്ഞകാല പാപങ്ങൾ പറയാത്തത് ഓർക്കണം. എൻ്റെ വല്യപ്പന്മാരായിട്ട് കുടുംബത്തിൽ മന്ത്രവാദം, ആഭിചാരം, കുട്ടിച്ചാത്തൻ സേവ നടന്നിട്ടുണ്ടോ ഓർക്കണം, അല്ലെ അന്വേഷിക്കണം. അവർ അനുദപിക്കാതാണ് മരിച്ചുപോയത്. നമ്മൾ കുമ്പസാരത്തെ ഏറ്റുപറഞ്ഞാൽ മതി, ദൈവം അവരുടെ കരുണ കാണിക്കും. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് അനുദപിക്കണം. 6-ാം പ്രമാണം ലംഘിച്ചവര് കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഈ പാപത്തിൽ ജീവിച്ചോ ഏറ്റുപറയണം. പലരുടെയും കുമ്പസാര കള്ളക്കുമ്പസാര, വെറും കള്ളക്കുമ്പസാരാണ് നടത്തുന്നത് പലരും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അതായത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന് അഗമ്യ ഗമനം എന്നാണ് പറയുന്നത്. കുമ്പസാരത്തിനായിട്ട് ഒരു വ്യക്തി
മുട്ടുകുത്തി കുമ്പസാരക്കൂട്ടി നിൽക്കുമ്പോൾ പറയും, കള്ളം പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അല്ല കണ്ണിന്റെ ആസക്തി വന്നിട്ടുണ്ട്, മ്ലേച്ഛത കണ്ടിട്ടുണ്ട്, സ്വയം ഓരോ പാപങ്ങൾ പറയുക. വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പാപം അതിനകത്ത് വരത്തില്ല. ഓടിച്ചൊറ്റ പറച്ചില്ല, 2 നിമിഷം കൊണ്ട് കുമ്പസാരം കഴിഞ്ഞു, ഒരു വിടുതലും കിട്ടത്തില്ല. രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുമ്പസാരത്തിലേക്ക് വരണം. നിങ്ങൾ വ്യക്തിയെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, രക്തബന്ധത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വിളിച്ചു പറയാനൊക്കത്തില്ല. ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ വചനം കേൾക്കാതിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വന്തം സഹോദരൻ സഹോദരിയെ ഗർഭിണിയാക്കിയ അനുഭവങ്ങൾ, സ്വന്തം പിതാവ് മകളെ ഗർഭിണിയാക്കിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ അങ്ങനെ തന്നെ പറയണം. അല്ലാതെ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, കള്ളം പറഞ്ഞു, കുറ്റം പറഞ്ഞു, തീർന്നു. ആ പരിപാടി നടക്കത്തില്ല. കുമ്പസാരത്തിൽ തുറന്നു പറയണം. അവൻ്റെ പേപ്പറിൽ എഴുതുക, ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, എത്ര പേരുടെ കൂടെ പാപം ചെയ്തു? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര പേരുടെ കൂടെ നിങ്ങൾ വ്യഭിചാരം ചെയ്തു? എത്ര പ്രാവശ്യ പാപത്തിന് പോയി? കുമ്പസാരത്തിൽ പറയണത്. അല്ലാതെ ഈ തട്ടിപ്പ് കുമ്പസാരം കൊണ്ട് ഈ പാപാസക്തി എന്നൊരു വിടുതൽ നമുക്ക് കിട്ടത്തില്ല. തുറന്ന് കുമ്പസാരിക്കണം, ചങ്ക് പൊട്ടി കരയണം. നല്ല യൗവനത്തിന്റെ കാലത്തും വിവാഹം കഴിച്ചൊക്കെ കഴിഞ്ഞ് എത്രയോ പേരാ അവിഹിത ബന്ധങ്ങൾ ജീവിച്ചിട്ടുള്ളവരാണ്. ഒരു മടിയും കൂടാതെ പാപത്തിൽ ജീവിച്ചവരാണ്. അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകണം, ദൈവസന്നിധിയിൽ കരയണം, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത്, ചെയ്ത പാപങ്ങളെ ഓർത്ത് നിലവിളിക്കണം. കർത്താവ് തെറ്റിപ്പോയി, കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട്, മാപ്പ് തരണം. അനുതാപത്തിന്റെ ചുട്ടുപൊള്ളുന്ന കണ്ണുനീര് നിങ്ങളിൽ ഒഴുകണം. കർത്താവ് വിടുതൽ നൽകും. ഹല്ലേലൂയ. അപ്പോൾ ഈ 2 മേഖല പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. തുറന്ന് ഏറ്റുപറയണം കുമ്പസാരം. ഞാൻ ഏകദേശം കുമ്പസാരിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു. ചുമ്മാ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് പാപത്തിൻ്റെ മേഖല ഓരോന്നും ഇതുപോലെ പറയണം. എത്ര പേരോടൊപ്പം പാപം ചെയ്തു? വിവാഹിതനാണെങ്കിൽ പറയണം, ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇന്നുപോലെ പാപം ചെയ്തു. അതൊക്കെ പറയണം, തുറന്നു പറയണം. അതാണ് കുമ്പസാരം. ആഴമായ അനുതാപത്തിന്റെ ഒരു കുമ്പസാരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 7-ാം അധ്യായത്തില് 20 തിരുവചനങ്ങൾ. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്തകൾ. ഇനി കുറെ പാപം പറയുക, ദുഷിച്ച ചിന്തകൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിലും ചിന്തയിലും ഒക്കെ ഉണ്ട്. പരസംഗം, അതായത് പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, മോഷണം, മറ്റുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നത് പാപമാണ്, നശിപ്പിക്കുന്നതും പാപം തന്നെയാണ്. കൊലപാതകം, മനഃപൂർവം കൊലപാതകം ചെയ്യുന്ന പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ ഈ രാജ്യത്തൊക്കെ നടക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലാതെയുള്ള കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട്. ഒരിക്കലും കൊലപാതകത്തിന് കൂട്ടുനിൽക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊലപാതകം അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെച്ച് അമ്മമാര് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുക എത്ര വലിയ തിന്മയായത്! അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞിനെ അബോർഷനിലൂടെ നശിപ്പിക്കുകയാണ്. 2 മാസം, 3 മാസം, 5 മാസം, 6 മാസം ഒക്കെ അവരൊക്കെ കുഞ്ഞിനെ കൊന്ന എത്രയോ സംഭവങ്ങൾ. ഒരിക്കലും അബോർഷൻ ചെയ്യരുത്. അബോർഷൻ ചെയ്ത വ്യക്തികളോട്ടോ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെയാ നിങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നത്.
നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമാകേണ്ട കുഞ്ഞിനെയാ നിങ്ങൾ കശാപ്പ് ചെയ്തത്. ആ നിഷ്കളങ്ക രക്തത്തിന് നിങ്ങൾ കണക്ക് കൊടുക്കണം. ഈ രക്തം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. അബോർഷൻ ചെയ്തവരോട്ടോ ആ രക്തം നിലവിളിക്കുന്നു. കായനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരനെ അടിച്ചു കൊന്നു. ആ നിഷ്കളങ്ക രക്തം നിലവിളിക്കുന്നു, നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. കായൻ ശാപമേറ്റു വാങ്ങി. അബോർഷൻ ചെയ്യരുത്, ചെയ്യിക്കരുത്, അതിന് കൂട്ടുനിൽക്കരുത്. ദൈവം നമുക്ക് എത്ര മക്കളെ തന്നാലും നമ്മൾ സ്വീകരിക്കണം. ഈ അടുത്ത നാളില് ഞാൻ ഓർക്കാണ്, 2-3 ആഴ്ച മുമ്പ് കണ്ണമാലി ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷന് സമയത്ത് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു. 6 മക്കള്, 3 ആണ്, 3 പെൺമക്കള്. 2 പേരും നല്ല വിദ്യാഭ്യാസമുണ്ട്, 2 പേരും എഞ്ചിനീയേഴ്സാണ്, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവര്. പണ്ടൊക്കെ ഇവര് ജീസസ് യൂത്തിലുണ്ടായിരുന്നു. 7ാമത് അവള് ഗർഭിണിയാണ്. ഒരു പൊക്കം കുറഞ്ഞ ഒരു പെണ്ണ്, വലിയ വലുപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളതാ ഇത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന? ബ്രദറെ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ, ദൈവത്തിന് ദാനമാണ് മക്കള്, വളർത്താൻ കഷ്ടപ്പാടുണ്ടെങ്കിലും കുഴപ്പമില്ല, ദൈവം നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് അവർ പങ്കുവെച്ചു. 7ാമത് വയറ്റില് വയറൊക്കെ 6-7 മാസമായി. നോർമൽ ഡെലിവറി, ദൈവത്തിന് അനുഗ്രഹമാണ്. ഞാൻ വിചാരിക്കും 6 കുഞ്ഞുങ്ങളെയും കർത്താവ് നോർമലായിട്ട് കൊടുത്തത്. അതിനിടയ്ക്കൽ അവർ പ്രാർത്ഥിച്ചു, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എന്ത് രസമായി ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ. മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ സ്ത്രീകൾ തയ്യാറാവണം. ഇവിടെ പുരുഷന് പ്രസവിക്കാൻ ഒരു മാർഗവുമില്ല, അത് സ്ത്രീകൾ തന്നെ ചെയ്തു വെക്കുള്ളൂ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. മക്കള് യൗവനത്തിൽ ജനിക്കണം. 35-ാം വയസ്സിലും 40-ാം വയസ്സിലും ഒക്കെ കല്യാണം കഴിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നല്ല യൗവനത്തിൽ, നല്ല ചോരത്തിളപ്പിന്റെ സമയത്ത്, ഒരു 25 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആണും പെണ്ണും ഒക്കെ കല്യാണം കഴിച്ച് നല്ല മിടുക്കര് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. അപ്പോൾ ആരോഗ്യമുള്ള നല്ല മിടുക്കര് കുഞ്ഞുങ്ങളെ കിട്ടും. ഇപ്പൊ ഇത് 45-ാം വയസ്സിലും 50-ാം വയസ്സിലും കല്യാണം നടക്കാത്തവര് പ്രാർത്ഥിക്കാൻ വരിക. അടുത്ത കാലത്ത് കഴിഞ്ഞ നവംബറിൽ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ തൃശ്ശൂരിൽ നടക്കുമ്പോൾ ചിലൊക്കെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് സങ്കടം തോന്നി. 48 വയസ്സ്, 50 വയസ്സ്, 52 വയസ്സ്, 55 വയസ്സുള്ളവരൊക്കെയാ പ്രാർത്ഥിക്കാമെന്നത് വിവാഹം നടക്കാൻ. ഇനി എന്തോന്ന് വിവാഹമാ? 38 വയസ്സുള്ള പെണ്ണുങ്ങള് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക, വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കാൻ. യൗവനത്തിലെ കല്യാണം നടത്തിവിടണം മക്കളുടെ അപ്പനമ്മയുടെ ഉത്തരവാദിത്വമാണ്. അത് യൗവനത്തിന്റെ നാളുകളിൽ വേണം കല്യാണം കഴിക്കാൻ. മാക്സിമം പെൺകുട്ടികൾക്ക് ഒരു 25 വയസ്സുള്ള കല്യാണം നടക്കട്ടെ. ആൺമക്കൾക്കും 25 വയസ്സാകുമ്പോൾ കല്യാണം നടക്കുന്നത് ഏറ്റവും നല്ലത്. 25 അല്ല 27, അതിനു മുമ്പ് ആൺമക്കൾ കല്യാണം കഴിക്കാൻ. 25, 10, 35, ഞാൻ പറയും 10 വർഷത്തിനുള്ളിൽ നല്ല മിടുക്കര ഒരു 5 കുഞ്ഞുങ്ങളും. എന്നിട്ട് അധ്വാനിച്ച് ഈ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തണം. അതാ കുടുംബ ജീവിതം.